ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് രതീഷിന്റെ റീ എൻട്രി തന്നെയാണ്. ആദ്യം നിന്ന് ലാലേട്ടൻ വരുന്നു, വന്നതിന് ശേഷം കണ്ടസ്റ്റൻസിനോട് എല്ലാവരോട്ടും സംസാരിക്കുന്നു. അതിനുശേഷം നേരെ പോകുന്നത് ജിൻഡോയുടെ അടുത്തേക്കാണ്. അതായത് ജിൻഡോയുടെ ലാലേട്ടൻ ചോദിക്കുകയാണ്, ജിൻഡോ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പലതവണ കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ ജിൻഡോയുടെ ഉറ്റ സുഹൃത്ത് ഈ വീട്ടിൽ നിന്നും എവിക്റ്റ് ആയി പോയ സമയത്ത് ജിൻഡോ കരഞ്ഞിരുന്നു. അതിനുശേഷം ജാൻമണി പോയ സമയത്ത് ജിൻഡോ കരഞ്ഞു. മറ്റ് പല സാഹചര്യങ്ങളിലും ജിൻഡോ കരയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ജിൻഡോ അത്തരത്തിൽ കരയുന്ന സമയത്ത് ചായാനായി ഒരു തോള് വേണമെന്ന് തോന്നിയിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജിൻഡോ പറയുകയാണ്, പല സാഹചര്യത്തിലും എനിക്കത് തോന്നിയിട്ടുണ്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ റസ്മിനോടും അർജുനോടും ജാസ്മിനോടൊക്കെ ഈ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ജിൻഡോയുടെ ലാലേട്ടൻ പറയുകയാണ്, കൺഫെഷൻ റൂമിൽ ജിൻഡോയ്ക്ക് സംസാരിക്കാനായിട്ട് ഒരു വ്യക്തി ഇരിപ്പുണ്ട്, അവരോട് പോയിട്ട് സംസാരിക്കാം എന്ന്, അത് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് അയക്കുകയാണ്. ജിൻഡോ അല്പം പരിഭവത്തോടുകൂടി ആ ഒരു കൺഫെഷൻ റൂമിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു കറുത്ത വസ്ത്രധാരിയായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് ഇരിക്കുകയാണ്. ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു ഭയം ഒരുപക്ഷെ ജിൻഡോയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അതിനുശേഷം ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിരുന്നിട്ട് ജിൻഡോ ആ വ്യക്തിയോട് ആദ്യം തന്നെ രസകരമായ ഒരു ചോദ്യം ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് സംസാരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ വ്യക്തിയോട് ഒന്ന് രണ്ട് വാചകങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് പറയുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലിവിംഗ് റൂമിൽ പോയിരുന്ന് മത്സരാർത്ഥികളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാനായി പറയുകയാണ്. പക്ഷെ ആ ഒരു വന്നിരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് തൻ്റെ ഉറ്റ സുഹൃത്തായ, അല്ലെങ്കിൽ താൻ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഒരു ജ്യേഷ്ഠ തുല്യനായി സ്നേഹിച്ചിരുന്ന രതീഷ് ആണെന്ന് ഒരു നിമിഷം പോലും ജിൻഡോയ്ക്ക് മനസ്സിലായി കാണില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. അങ്ങനെ ആ ഒരു വയ്യാത്ത അവശനായ വ്യക്തിയെ പോലെ ഭാവിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അഭിനയിക്കുന്ന, വേച്ച് നടക്കുന്ന ആ ഒരു വ്യക്തിയെ കൈ പിടിച്ചുകൊണ്ട് ജിൻഡോ ലിവിംഗ് റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മത്സരാർത്ഥികൾ പലരും പറയുന്നുണ്ട്, ഇത് സുരേഷ് ഏട്ടനാണോ, സുരേഷ് ഏട്ടൻ്റെ ആ ഒരു നടത്തമാണല്ലോ, ആ മുടിയൊക്കെ സുരേഷ് ഏട്ടൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റ് ചില കണ്ടസ്റ്റൻസ് രതീഷ് തന്നെയാണോ എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ അവിടെ പോയിട്ട് ഈ വ്യക്തിയോട് പറയുകയാണ്, മുഖംമൂടി അഴിക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മത്സരാർത്ഥികൾ എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. രതീഷ്, നമ്മുടെ സ്വന്തം രതീഷ് റീ എൻട്രി നടത്തിയിരിക്കുന്നു. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരുപാട് ദിവസത്തെ അവധിക്ക് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രതീഷ് വീണ്ടും ഒരു റീ എൻട്രി നടത്തിയിരിക്കുന്നു. പ്രേക്ഷകർ അത്രയധികം ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഒക്കെ കമന്റ് സെക്ഷനിൽ നമ്മൾ അത്രയധികം കണ്ടിരുന്ന ഒരു കമന്റ് ആയിരുന്നു രതീഷിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ രതീഷ് റീ എൻട്രി നടത്തിയിരിക്കുന്നു. ആ ഒരു സമയത്ത് ആദ്യം ജാസ്മിനാണ് വന്നിട്ട് ഈ രതീഷിനെ ആലിംഗനം ചെയ്യുന്നത്. അതിനുശേഷം മറ്റു മത്സരാർത്ഥികളിൽ പലരും വരുന്നു. അതിനുശേഷം നമ്മുടെ ജിൻഡോ വരുന്നു. എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ജിൻഡോ രതീഷിനെ ആ ഒരു കെട്ടിപ്പിടിക്കുന്ന സമയത്തൊക്കെ, അതുപോലെ തന്നെ ചുംബനം കൊടുക്കുന്ന സമയത്തൊക്കെ ജിൻഡോയുടെ കണ്ണിലുണ്ടായ ഒരു കണ്ണീര്, ഒരു പക്ഷെ അതൊരു ആനന്ദ കണ്ണീരായിരിക്കാം. ജിൻഡോ വളരെയധികം സന്തോഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലാലേട്ടൻ പറഞ്ഞതുപോലെ ചായാൻ ഒരു തോള് കിട്ടിയെന്നുള്ളതിന്റെ ആശ്വാസമായിരിക്കാം ഒരുപക്ഷെ ജിൻഡോയുടെ മുഖത്ത് ആ സമയത്ത് നമ്മളെല്ലാവരും കണ്ടിരുന്നത്. എന്തായാലും ജിൻഡോയ്ക്ക് തൻ്റെ ഉറ്റ സുഹൃത്തിന്, തൻ്റെ ജ്യേഷ്ഠ തുല്യനായ സഹോദരനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക്. അങ്ങനെ അതിനുശേഷം ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോയതിനു ശേഷം രതീഷ് നല്ലൊരു പാട്ടൊക്കെ പാടി. നമ്മുടെ തൃശ്ശൂർക്കാരിയാണ് നന്ദന, അതുപോലെ തന്നെ തൃശ്ശൂർക്കാരനാണ് രതീഷും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാട്ടൊക്കെ പാടി വളരെയധികം രസകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, രതീഷ് പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അകത്ത് പറയരുത്, അങ്ങനെ പറയുന്ന പക്ഷം ആ മുഖംമൂടി താഴോട്ട് വലിച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനും ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഒരിക്കലും പറയില്ല ലാലേട്ടൻ, ഒരിക്കലും, തീർച്ചയായും ഞാൻ ഒരു കാരണവശാലും പറയില്ല, ഞാനിവിടെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു സൂചനയാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വൈൽഡ് കാർഡായിട്ട് തന്നെയാണ് രതീഷ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ 2-3 ദിവസം
ദിവസത്തെ കാര്യത്തിന് വേണ്ടി വന്നു എന്നാണ് രതീഷ് പറയുന്നത്. അതിലിപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മത്സരാർത്ഥികളിൽ പലർക്കും സന്തോഷമായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ രതീഷ് വന്നു എന്നുള്ളൊരു ആശങ്കയും അവരുടെ ഉള്ളിലുണ്ട്. എന്തായാലും നമ്മുടെ മല്ലയെ ജിൻറ്റപ്പൻ വളരെയധികം സന്തോഷത്തിലാണ് എന്നുള്ളത് ആ ഒരു ലൈവിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് രതീഷ് റീ എൻട്രി നടത്തിയിരിക്കുന്നു. ഇനിയാണ് അദ്ദേഹത്തിന്റെ ഗെയിമുകൾ എങ്ങനെയായിരിക്കും, ആർക്കെതിരെയായിരിക്കും ആദ്യം തന്നെ അദ്ദേഹം ഉന്നം ഇടുക എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം. സോ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വൈൽഡ് കാർഡായിട്ട് രതീഷ് എത്തിയിരിക്കുന്നു. സോ പ്രേക്ഷകർ എങ്ങനെ ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.